ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ട്രാവൽ ബാഗിൻ്റേതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രാവൽ ബാഗ് കണ്ടാലോ. ഇതാണ് ആ ട്രാവൽ ബാഗ്. നമുക്കാദ്യം നമ്മുടെ ബാഗിൻ്റെ മെറ്റീരിയലിനെ പരിചയപ്പെടാം. നൈലോൺ കൂടിയ ഒരുതരം കോട്ടനാണ് ഇതിനുപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാഗ് ഓപ്പൺ ചെയ്യണമെന്ന് വരില്ല. ആ ബാഗിന് മേളിലുള്ള തൊപ്പി കണ്ടോ, അതിൽ 2 ക്ലിപ്പുണ്ട്. ആ 2 ക്ലിപ്പും ഊരിയെടുക്കുകയാണെന്നുള്ളവരിൽ നമുക്ക് നമ്മുടെ ബാഗ് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബാഗ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇങ്ങനെയാണ് നമ്മുടെ ബാഗ് കാണുന്നത്. അപ്പോൾ അതിന് മേളിലുള്ള ലൈനിങ് കണ്ടോ, അത് നമ്മുടെ ബാഗിനകത്ത് തുണി നിറച്ച് കഴിഞ്ഞ് ആ തുണിയെ കവർ ചെയ്യാനായിട്ടാണ് കേട്ടോ. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നനയാതിരിക്കുക. അതുപോലെ തന്നെ തുണി നമ്മൾ അത് കവർ ചെയ്തങ്ങ് വെക്കുകയാണെങ്കിൽ അത് അവിടെ അതേപോലെ തന്നെ അടുങ്ങി ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഫ്ലാപ്പിൻ്റെ ബാക്കിൽ ഒരു അറകുടിയുണ്ട്, ഒരു സിബ്. അത് തുറക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും എന്തെങ്കിലുമൊക്കെ വെക്കുകയോ പെട്ടെന്ന് എടുക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും വെക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ സൈഡ് പരിചയപ്പെടാം. അപ്പോൾ സൈഡിൽ നിങ്ങൾ നോക്കുകയാണെന്നുള്ളവരിൽ 2 സ്ട്രാഫുകൾ മേളിലും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണി നിറച്ച് കഴിഞ്ഞ് അത് വലിച്ചു വെക്കുകയാണെന്നുള്ളവരിൽ ബാഗ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, വളഞ്ഞു കിടക്കാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഇനി സൈഡിൽ ഒരു സിബുണ്ട്, ഒരു കള്ളിയുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ല കുടയോ അങ്ങനെയുള്ള നനഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വെക്കാം. പിന്നെ ഒരു വല, നമുക്ക് കുപ്പിയും വെള്ളമൊക്കെ വെക്കാനായിട്ട് അത് സാധാരണ പോലെ തന്നെ ഒരു വല. അതിൻ്റെ 2 സൈഡും സെയിം ആയിട്ട് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 സൈഡും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒരു കള്ളിയുണ്ട്, അതുപോലെ ഒരു വലയും വെച്ചിട്ടുണ്ട്. പിന്നെ മേളിലും താഴെയായിട്ട് 2 സ്ട്രാഫും വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാഗിൻ്റെ മുൻവശം, ആ മുൻവശത്ത് നമ്മളിപ്പം അകത്ത് ഇങ്ങനെ തുണിയൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് അടിയിലിരിക്കുന്ന ഒരു തുണി എടുക്കണം എന്നുണ്ടെന്ന് വരില്ല. നമ്മൾ ഈ മുൻവശത്തെ ഈ കള്ളി ആ റോ ഇങ്ങ് തുറന്ന് കഴിയുമ്പോൾ അതിനകത്ത് വേറൊരു സിബ് കാണും. അതുകൂടി തുറന്ന് കഴിയുമ്പം നമുക്ക് അത് അകത്തെ ഏറ്റവും അടിയിൽ വെച്ചിരിക്കുന്ന തുണി നമുക്ക് ആവശ്യമുള്ളത് ആ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം. നമ്മുടെ ബാഗിൻ്റെ അകത്തെ ലൈനിങ്ങിലെ സിബ് അടച്ച് കഴിയുമ്പം ഇപ്പം ഞാൻ ആ പിടിച്ചിരിക്കുന്ന ആ ഒരു ഇത് കണ്ടോ, ആ ഒരു ഇത് നമുക്ക് മറ്റൊരു കള്ളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് മറ്റെന്തെങ്കിലും പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങൾ വെക്കണം എന്നുള്ളവരിൽ നമുക്ക് താൽക്കാലികമായിട്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് ആ ഒരു കള്ളിയിലേക്ക് നമുക്ക് എല്ലാം വയ്ക്കാം. അതും അത്യാവശ്യം വലിപ്പമുള്ള കള്ളിയാണ് കേട്ടോ. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് തോർത്തുകളോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ജോഡി ഡ്രസ്സാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് വെക്കാം. വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇനി നമ്മുടെ ബാഗിൻ്റെ അകത്ത് വന്നിട്ട് ഒരു ചെറിയൊരു കള്ളി കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ലാപ്ടോപ്പ് ബാഗിൽ കാണുന്ന പോലത്തെ ലാപ്ടോപ്പൊക്കെ വെക്കാവുന്ന രീതിയിൽ നമ്മൾ അതിനകത്ത് ഒരു ചെറിയൊരു കള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സിബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് കണ്ടോ അത്രയും ആ ഒരു ഇതിൽ ഒരു കള്ളി കൂടിയുണ്ട്. നമുക്കതിൽ ലാപ്ടോപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ട് നമുക്കതിനകത്ത് അത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് 85 ലിറ്ററിൻ്റെ ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ അത്രയും സാധനം നമുക്ക് നമ്മുടെ ഈ ബാഗിനകത്ത് കൊള്ളും. ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ ഷോൾഡർ വന്നിട്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത രീതിയിൽ നമ്മൾ പൊട്ടിപ്പോകാത്ത രീതിയിൽ നമ്മുടെ സ്ട്രാഫുകൾ നമ്മുടെ ബാഗിൻ്റെ ബോഡിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലത്തെ സ്ട്രാഫ് വന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റബിൾ സ്ട്രാഫില്ലേ, അത് വന്നിട്ട് 2 എണ്ണമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം അത് ഒരെണ്ണം അടിയിൽ നിന്ന് പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റൊരെണ്ണം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 എണ്ണമാണ് വെച്ചേക്കുന്നത്. ഇനി ഉള്ളത് നമ്മുടെ അരയിലേക്ക് നമ്മുടെ ബാഗ് ഷോൾഡറിലിട്ടിട്ട് നമ്മളത് അരയായിട്ട് ബന്ധിപ്പിക്കണം. അപ്പം അവിടെ ഒരു പിടുത്തമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ അരയിലോട്ട് വെക്കുന്ന ആ ഒരു ഭാഗത്തും ഒരു സിബുണ്ട്. അവിടെ നമുക്ക് ഫോണോ അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് പൈസയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് തുണി ഈ ഒരു ഇതിൽ പോരാ, കുറച്ചുകൂടി ബാഗിന് വലിപ്പം വേണമെന്നുള്ളവരിൽ നമുക്ക് അതിൻ്റെ അടിയിലത്തെ ആ സിബ് അഴിക്കുകയെന്നവരിൽ ഒന്ന് തിരിച്ച് ഇതാക്കുകയെന്നവരിൽ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് നമ്മുടെ ബാഗിന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാഗിൽ ചെളിയൊന്നും പറ്റാതിരിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ ബോൾട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാഗ് തുണിയൊക്കെ വെച്ച് നിറഞ്ഞു കഴിയുമ്പം ഏകദേശം ഈ ഒരു രീതിയിലെത്തും കേട്ടോ. അപ്പോൾ കണ്ടോ അതിൻ്റെ സൈഡിലെ സ്ട്രാഫ് 2 ഇങ്ങനെ വലിച്ച് വെച്ചത് കൊണ്ട് നല്ല നിവർന്ന് നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തുണി വെച്ച് കഴിയുമ്പം കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ പേപ്പറാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നിറഞ്ഞിരിക്കാൻ, അതുകൊണ്ടാണ് ഒത്തിരി കട്ടിയില്ലാത്ത രീതിയിൽ നിൽക്കുന്നത്.
ഇനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ഫ്രണ്ടിലത്തെ ആ ഒരു സിബ് ഓപ്പൺ ചെയ്യാമെന്നുണ്ടെന്ന വരിയിൽ നമുക്ക് നമ്മുടെ അകത്തെ ഏറ്റവും അടിയിലിരിക്കുന്നതോ ഇടയ്ക്കിരിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള തുണികൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ബാഗ് ഫുള്ളായിട്ട് നമ്മൾ നിറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാ ഇത്രയും വരും കേട്ടോ, ഇത്രയും വരും. അപ്പം നമ്മളെ തോളിലിടാനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ പുറകിൽ നമ്മൾ നല്ല ഡസ്പഞ്ച്, കട്ടി കൂടിയ ഡസ്പഞ്ചാണ് ബാക്കിൽ ആ സൈഡിൽ നമ്മൾ പുറത്ത് ചേരുന്ന ആ ഭാഗത്ത് നമ്മൾ വെച്ചേക്കുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പോലെ ഇത്രയും വലിപ്പം വേണ്ട എന്നുണ്ടെന്ന് വരിൽ നമുക്കത് ചെറുതാക്കി വെക്കാം. പിന്നെ നമ്മൾ തോളിലിട്ട് കഴിയുമ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നിൽക്കും. നമുക്കത് അരയിൽ ഒരു കെട്ട് ഇത് വരുന്നുണ്ട്, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം, അല്ലാത്തവർക്കത് അകത്തോട്ട് ആയിട്ട് വെക്കാം. ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ ആ തൊപ്പിയുടെ അകത്ത് കനം കുറവായതുകൊണ്ടാണ് അത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി നമ്മളതല്ലാതെ അതിൻ്റെ പുറകിലത്തെ അതിൽ സാധനങ്ങൾ വെച്ച് കഴിയുമ്പം അത് നല്ല രീതിയിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവൽ ബാഗ്. പിന്നെ നമുക്ക് ഇച്ചിരി തുടിഞ്ഞാണ് കിടക്കുന്നതെന്ന് വരില്ല, നമ്മുടെ ഫ്രണ്ടിലത്തെ ആ സ്ട്രാഫ്, നമ്മുടെ അഡ്ജസ്റ്റബിൾ സ്ട്രാഫ് നമ്മളൊന്ന് വലിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുകയാണെന്ന് വരില്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് അത് നിൽക്കും. നമുക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.